Good morning. Good morning, ma'am. Good morning, Miss. Okay, എല്ലാവരും എന്താണ് കുറവാണല്ലോ കുട്ടികള്? ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് എന്തായിരുന്നു? ആംഗ്രി പേഷ്യൻസിന്റെ അല്ലെ, അവിടെ ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, അവിടെ എങ്ങനെ നമ്മള് അവരുടെ കാര്യങ്ങൾ അവിടെ എങ്ങനെ കാമായിട്ട് നിർത്തണം, അങ്ങനെയുള്ള ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു ചാർട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ചാർട്ടാണ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. അവിടെ ഡീൽ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? acknowledge and listen to patients complaints calmly. എന്താ പറയുന്നത്? പേഷ്യൻസിന്റെ ആ കംപ്ലൈന്റ്സുകൾ നമ്മൾ അംഗീകരിക്കുകയും, ആംഗ്രി പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോ എന്തെങ്കിലും സാഹചര്യത്തോടെയാണ് അവര് ആംഗ്രി ആകുന്നത് അല്ലെ, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. ചിലപ്പോ ഡോക്ടേഴ്സിന്റെ പെരുമാറ്റമാകാം, അവരുടെ ട്രീറ്റ്മെന്റുകളാകാം, ചിലപ്പോ രോഗനിർണയത്തിൽ വന്ന തെറ്റുകളാകാം അല്ലെ, അല്ലെങ്കിൽ പിന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ്സിൽ അവര് കുറെ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാവാം. അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് പേഷ്യൻസ് ആംഗ്രി ആവാറുണ്ട്. അപ്പോ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ആ കംപ്ലൈന്റ്സ് നമ്മൾ അംഗീകരിക്കുകയും അതുപോലെ തന്നെ അത് ശാന്തമായിട്ട് കാംലി ആയിട്ട് എന്ത് ചെയ്യണം? അത് സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോ പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് എന്താണെന്ന് വെച്ചാൽ അത് അംഗീകരിക്കുകയും പിന്നെ എന്താ പറയുന്നത്? അത് ശാന്തമായിട്ട് സ്വീകരിക്കുകയും ചെയ്യണം. ഇനി സ്റ്റെപ്പ് 2 എന്താണ്? Try to understand the root cause of the problem. ഇനി എന്ത് ചെയ്യണം? ആ പ്രശ്നത്തിന്റെ പ്രധാന കാരണം, റൂട്ട് അല്ലെ, റൂട്ട് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാന കാരണം നമ്മള് മനസ്സിലാക്കണം. ഓക്കെ, ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? എന്താണ് ആംഗ്രി ആവുന്നതിന്റെ ആ പ്രധാന കാരണം, അത് റൂട്ട് കോസ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇനി സ്റ്റെപ്പ് 3 എന്താണ്? അവോയ്ഡ് ബീയിങ് ഡിഫെൻസീവ് ആൻഡ് റെസ്പോണ്ട് വിത്ത് എംപതി. അപ്പൊ എന്താ പറയുന്നത്? ഈ ഡിഫെൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രതിരോധാത്മകമായിട്ടല്ലേ. അപ്പോ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് പ്രതിരോധാത്മകമായിട്ട് അവരോട് പെരുമാറാതെ, എന്തായിട്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട്? എംപതിയോട് കൂടിയിട്ട് അല്ലെ, സഹാനുഭൂതിയോട് കൂടിയിട്ട് നമ്മൾ പെരുമാറണം. ഓക്കെ, പ്രശ്നം നമ്മൾ വഷളാക്കാതെ എന്ത് ചെയ്യണം? അത് നല്ല രീതിയിൽ പ്രതിരോധാത്മകമായിട്ട് നമ്മൾ പെരുമാറാതെ തന്നെ സഹാനുഭൂതിയോട് കൂടിയിട്ട് അവരോട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കും. ഇനി എന്താണ് ഫോർത്ത് സ്റ്റെപ്പ്? മേക്ക് ദ പേഷ്യന്റ് ഫീൽ ദാറ്റ് their concern are taken seriously. എന്താ പറയുന്നത്? അവരുടെ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലുകൾ എടുക്കാനുള്ള ധാരണ എടുക്കുന്നുണ്ട്. ഹോസ്പിറ്റൽസ് ഞങ്ങളുടെ കംപ്ലൈന്റ്സ് അത് സ്വീകരിക്കുന്നുണ്ട്, അവർ വളരെ പ്രധാനമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ധാരണ ആർക്ക് വേണം? പേഷ്യൻസിന് വരണം. ഓക്കെ, പേഷ്യൻസിന് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കണം. ഇനി എന്താണ് ഫിഫ്ത്ത് വൺ? എന്താണ്? അപ്പോളജൈസ് ആൻഡ് ടേക്ക് ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം. അപ്പോളജൈസ് അല്ലെ, അവരോട് ക്ഷമിക്കുകയും അല്ലെ, ക്ഷമ ചോദിക്കുകയും അല്ലെ. നമ്മുടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന തെറ്റാണ്, അതുകൊണ്ട് തന്നെ പേഷ്യൻസിനോട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോളജൈസ് അല്ലെ, ക്ഷമിക്കുകയും അവര് ക്ഷമ ചോദിക്കുകയും അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ് സെറ്റിൽ ചെയ്യാനായിട്ട് അല്ലെ, ക്വിക്ക് ആക്ഷൻ ടു സെറ്റിൽ ദ പ്രോബ്ലം. പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് അത് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള എന്താണ് പെട്ടെന്നുള്ള ആക്ഷൻ എടുക്കുകയും വേണം. ഇനി ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അബൌട്ട് വാട്ട് യു ക്യാൻ ഡു അബൌട്ട് ദ സിറ്റുവേഷൻ. ഇനി ഇങ്ങനെയുള്ള ആ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന്
ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരോട് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ആംഗ്രി പേഷ്യൻസിനെ ഡീല് ചെയ്യാനായിട്ടുള്ള തന്ത്രങ്ങള്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്, പേഷ്യൻസിനോട് നമ്മള് അവരുടെ കംപ്ലൈന്റ്സ് അംഗീകരിക്കുന്നു, അതുപോലെ തന്നെ സഹാനുഭൂതി അല്ല ഒരു കാംലി ആയിട്ട് അവരോട് എന്താണ് ഒരു ശാന്തമായിട്ട് അവരുടെ കംപ്ലൈന്റ് നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാവണം. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ദ പ്രോബ്ലം ആ പ്രോബ്ലം എന്താണ്, എങ്ങനെയാണ് വന്നിരിക്കുന്നത്, അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഹോസ്പിറ്റലുകാര്. ഇനി എന്താണ് സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനോട് പ്രതിരോധാത്മകമായിട്ട് പെരുമാറാതെ അവരോട് എന്താണ് സഹാനുഭൂതിയോട് കൂടിയിട്ട് പെരുമാറാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം പ്രധാനപ്പെട്ട ആ പ്രോബ്ലം എന്താണ് എന്നുള്ളത് ഹോസ്പിറ്റലുകാര് എന്താണ് നല്ല രീതിയിൽ എടുത്തു, അല്ലെങ്കിൽ അവര് എന്താണ് അത് സ്വീകരിച്ചു എന്നുള്ള ഫീലിംഗ് ആർക്ക് വേണം അവിടെ ഈ പേഷ്യൻസിന് ഉണ്ടാകണം. അപ്പൊ അങ്ങനെ രീതിയിലുള്ള ഒരു സംഭാഷണവും അതുപോലെ തന്നെ പെരുമാറ്റവും ആയിരിക്കണം പേഷ്യൻസിനോട് വേണ്ടത്. അവരുടെ കംപ്ലൈന്റ്സ് സ്വീകരിക്കുന്നുണ്ട്, അവരുടെ പ്രോബ്ലംസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് ആർക്ക് വേണം, ഈ പേഷ്യൻസിന് ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു പെരുമാറ്റം പേഷ്യൻസിനോട് നമ്മള് കൊടുക്കാം. ഇനി ഫിഫ്ത് പോയിന്റ് എന്താണ്, ഫിഫ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മള് ക്ഷമ ചോദിക്കുകയും അവരുടെ ആ പ്രോബ്ലംസ് സെറ്റിൽ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്നുള്ള ക്വിക്ക് ആക്ഷൻ എടുക്കുകയും വേണം. ഇനി സിക്സ്ത് സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അപ്പോ അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം പേഷ്യൻസുമായിട്ട് നടത്താൻ ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്പ് 1 to സ്റ്റെപ്പ് 6. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കിയേ. നാലാമത്തെ പോയിന്റ്, ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? മോസ്റ്റ് ഡോക്ടേഴ്സ് സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം in which they want to complete the various tasks from catching up with the patients, understanding their concerns and providing the required treatment. In such case, it would be difficult for doctors to address all the problems of the patients. അപ്പോ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് അറിയോ എന്താണെന്ന്? ഷോർട്ട് സ്പാൻ ഓഫ് ടൈം എന്താണ്? ഒരു ചെറിയൊരു കാലയളവ്, ഷോർട്ട് ലൈഫ് എന്ന് പറയാൻ പറ്റും അല്ലെ നമുക്ക്. ചെറിയൊരു കാലയളവ് എന്നാണ് അർത്ഥം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു എന്താണ് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താണ്, നമ്മളിപ്പോ ഒരു ഡോക്ടറെ വന്ന് കണ്ടു, നമുക്ക് എന്തെങ്കിലും അസുഖമായിട്ട് ഡോക്ടറെ കണ്ടു. അപ്പോ എന്താണ്, ഡോക്ടർ നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്തു. അപ്പൊ 2 ആഴ്ച, ഇപ്പൊ 1 മാസമൊക്കെ ഡോക്ടറെ നമ്മൾ സ്ഥിരമായിട്ട് കാണുകയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യമാണ് കേട്ടോ. അപ്പോ അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ 1 മാസമൊക്കെ വന്ന് കണ്ടു, ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, നല്ല രീതിയിലാണ് ഡോക്ടർ ഉള്ളത്. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നല്ല രീതിയിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ, നല്ല ട്രീറ്റ്മെന്റ് ആണ്, നല്ല കെയറിങ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ 1 മാസം ആ ഡോക്ടറെ പോയി കണ്ടു, നമ്മുടെ അസുഖത്തിന് കുറവ് വന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ചിലപ്പോ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറഞ്ഞു.
പിന്നെ നമ്മൾ എന്ത് ചെയ്തു, 2 ആഴ്ച കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു, പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് വന്ന് കാണാൻ നിൽക്കുമ്പോഴാണ് അവിടെ പറയുന്നത് ഡോക്ടർ മാറിപ്പോയി, സ്ഥലം മാറി ട്രാൻസ്ഫർ ആയിട്ട് പോയി. ഇല്ലേ, അങ്ങനെ സംഭവിക്കാറുണ്ടല്ലേ. അപ്പം അങ്ങനെ സംഭവിക്കുമ്പോ ആ രോഗിയുടെ ട്രീറ്റ്മെന്റ് അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പോ വേറൊരു ഡോക്ടർ, ആ ഡോക്ടർക്ക് പകരം സ്ഥലം മാറി പോകുമ്പോ എന്താണ്, വേറൊരു ഡോക്ടർ വരും അല്ലെ. അങ്ങനെ വരുമ്പോ എന്താണ്, പുതിയ രോഗികളാണ്, അതുപോലെ തന്നെ പുതിയ ഡോക്ടേഴ്സ് ആണ് അല്ലെ. ഡോക്ടർമാർക്ക് പുതിയ രോഗികളായിരിക്കാം അവിടെ, അതുപോലെ തന്നെ രോഗികൾക്ക് എന്താണ്, പുതിയ ഡോക്ടർ ആയിരിക്കാം അല്ലെ. അപ്പൊ ഈ രോഗി എന്ത് ചെയ്തു, പിന്നെയും ഈ ഡോക്ടറെ വന്ന് കണ്ടു. പക്ഷെ ഈ ഡോക്ടർക്ക് ആ രോഗിയുടെ രോഗലക്ഷണങ്ങള്, അതുപോലെ തന്നെ എന്താണ് രോഗം, എന്തൊക്കെ മരുന്നുകളാണ് കഴിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പഠിക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും ഇല്ലേ. പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനോ ഒന്നും പറ്റില്ല. കാരണം എന്താണ്, നമ്മള് മാറിപ്പോയ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയായിരുന്നു അല്ലെ. പിന്നീട് ആ ഡോക്ടർ മാറിപ്പോയി വേറെ ഡോക്ടർ വരുമ്പോ എന്താണ്, അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കാം. ആ ഡോക്ടർ ചിലപ്പോ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന രീതികളൊന്നും ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടുന്ന വരില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ്, ആ ഡോക്ടർക്കായാലും ആ രോഗിയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് സമയം പിടിക്കുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെയാണ് ട്രീറ്റ്മെന്റ് പകുതി വെച്ച് അവസാനിച്ചു അല്ലെ. മറ്റു ഡോക്ടർ പോയപ്പോഴേക്കും ട്രീറ്റ്മെന്റ് പകുതി വെച്ച് അവസാനിച്ചു, കംപ്ലീറ്റ് ആവാനായിട്ട് കംപ്ലീറ്റ് ആയില്ല, രോഗം മാറാനായിട്ട് അത് ടൈം പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവാതെയാണ് അല്ലെ, കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ല. അപ്പോ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ രോഗികൾ അനുഭവിക്കുന്നുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഡോക്ടർക്ക് കഴിയാതെ പോയിട്ടുണ്ട് അല്ലെ. എന്താണ് അസുഖം എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടും ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടും കുറച്ച് ടൈമൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ രോഗിയുടെ ആ പ്രശ്നങ്ങള്, ആ അവസ്ഥകൾ പരിഹരിക്കാനായിട്ട് ഡോക്ടർക്കും കുറച്ച് ടൈമുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കിയേ. If we do not get an answer for specific queries like, did we provide the desired care? Okay, did we give the right advice? It would be difficult for hospitals to improve the patient experience. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഈ ഹോസ്പിറ്റലുകാര് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ലഭിക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാൻ രീതിയിലുള്ള പേഷ്യൻസ് അല്ലെ, നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്ന പേഷ്യൻസിനായിരിക്കണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Did we provide desired care അല്ലെ. എന്താ പറയുന്നത്, പേഷ്യൻസിന് ആവശ്യമുള്ള പരിചരണം ലഭിച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ ഡിഡ് വി ഗിവ് ദ റൈറ്റ് അഡ്വൈസ്, റൈറ്റ് അഡ്വൈസ് ലഭിച്ചിട്ടുണ്ടോ. അപ്പൊ എങ്ങനെയാണ്, ആ ഡോക്ടർ മാറിപ്പോയ പേഷ്യൻസിനാണെങ്കിൽ എന്താണ്, പേഷ്യന്റിന് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുണ്ടാവില്ല അല്ലെ. ഇല്ല, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല എക്സ്പീരിയൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട്, കറക്റ്റ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? Okay. One of the best way to improve it is by engaging with the patient and addressing their problems correctly after every interaction. എന്താണ്, പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യേണ്ട ബെസ്റ്റ് വേ, ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻസിനോട് കൂടുതൽ എൻഗേജ് ആയിട്ട് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ എന്താണ് അങ്ങനെയുള്ള കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ നീഡ്സ് മനസ്സിലാക്കി, അവരുടെ എന്താണ് ആവശ്യകതകൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കെയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവാനായിട്ട് പറ്റുള്ളൂ അല്ലെ. നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ്, അപ്പൊ ഏറ്റവും എന്താണ് പേഷ്യന്റ് എക്സ്പീരിയൻസ്
ഇംപ്രൂവ് ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് പേഷ്യൻസിനോട് കൂടുതൽ അവിടുത്തെ സ്റ്റാഫുകള്, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റു സ്റ്റാഫുകളായാലും എൻഗേജ് ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ നീഡ്സ്, വാൻസ്, ആവശ്യങ്ങൾ, റിക്വയർമെന്റ്സുകൾ മനസ്സിലാക്കി അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. വൺ hospital can do improve patient experience. ജസ്റ്റ് ആ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കി, പറയാൻ പറ്റുമോ നോക്കിയാന്നുണ്ട്. 5 പോയിന്റ്സ് ഉണ്ട് ഇവിടെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആർക്ക് പറയാൻ പറ്റും. അറിയാൻ പറ്റുമോ ആർക്കെങ്കിലും 5 പോയിന്റ്സ്? ഓക്കെ, അൺമ്യൂട്ട് ആക്കാം. ആരെങ്കിലും ഒരാള് ജസ്റ്റ് ഒന്ന് പറയട്ടോ. ഹലോ മിസ്റ്റർ. ശരണ്യ പറയാം. നമ്മൾ പഠിച്ച HIS സിസ്റ്റം പോലെയുള്ള സിസ്റ്റം പ്രവർത്തിപ്പിക്കുക, എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പേഷ്യൻസിന്റെ രജിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂള്, ജനറൽ ബിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതില് ചെയ്ത് പേഷ്യൻസിനെ ഒന്നും കൂടി നല്ല രീതിയിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പേഷ്യന്റിനെ വ്യക്തിഗതമായിട്ട് പേഴ്സണലൈസ് ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളെ കെയർ ചെയ്യാനും പേഷ്യൻസ് കെയർ കൊടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ പേഷ്യന്റ് സർവേകൾ നടത്തിയിട്ട് അവരുടെ ഫീഡ്ബാക്കുകൾ അനുസരിച്ച് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്താറുണ്ടെങ്കിൽ അതൊക്കെ വരുത്തുക. പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് ക്വാളിറ്റി കെയറുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തുക. ലാസ്റ്റത്തെ പോയിന്റ് എനിക്ക് മനസ്സിലായി. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇംപ്ലിമെന്റ്. വേറെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രേഷനും അപ്പോയിന്റ്മെന്റും ഷെഡ്യൂളും ജനറേറ്റിംഗ് ബിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ ഓരോ പേഷ്യൻസിനെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട പേഴ്സണലൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പിന്നെ പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. സർവേസ് കണ്ടക്ട് ചെയ്ത് അതിലൂടെയുള്ള ഫീഡ്ബാക്കിലൂടെ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വരുത്തുക.
പിന്നെ പേഷ്യൻസിന് എത്രത്തോളം ക്വാളിറ്റി ഓഫ് കെയർ കിട്ടിയിട്ടുള്ളത് ഉറപ്പുവരുത്തുക അവരിൽ നിന്ന്. പിന്നെ അതിനകത്തുള്ള ഓഹരി ഉടമകളുമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ക്വാളിറ്റി ഓഫ് മെഷേഴ്സ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. താങ്ക് യു മിസ്. മനസ്സിലായോ? നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്താണ്? എസ്റ്റാബ്ലിഷ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം to streamline hospital process, patient registration, appointment scheduling, generating bills, publishing lab test report, setting up reminders, etc. എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കാനായിട്ട് സാധിക്കുമല്ലേ? അവർക്ക് തന്നെ ചെയ്യാം. നമ്മൾ JSLൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ, അവര് തന്നെ ബില്ലിങ്ങിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റങ്ങൾ, അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോ എന്താണ്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആ കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ, വ്യക്തിഗതമായിട്ടുള്ള അല്ലെ, ഓരോ പേഴ്സൺസിനെയും ഓരോ പേഷ്യൻസിനെയും അറിഞ്ഞുകൊണ്ട് അവർക്ക് വ്യക്തിഗത പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യാം. ഇനി read out the patient to patient and communicate with them on different channels. എന്താണ്, ഓരോ ഡയറക്ഷൻസ് അല്ലെ, ഓരോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് പേഷ്യൻസിനോട്. നമ്മൾക്ക് ഓരോ സ്റ്റാഫുകളായാലും നഴ്സുമാരായാലും ഡോക്ടർമാരായാലും അവർക്ക് വേണ്ടതായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താണ്, കണ്ടക്ട് പേഷ്യന്റ് സർവേ ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. നമുക്കറിയാം, ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ എന്താണ്, ഇനി എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അത് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Try to understand how the patient perceive the quality of care given. അപ്പൊ എന്താണ്, പേഷ്യൻസിനെ അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യാം. പിന്നെന്താണ്, ഡിസ്കസ് വിത്ത് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഹരി ഉടമകള്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ മാനേജേഴ്സ്, ഡയറക്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരുന്നത്. അവരുമായിട്ട് എന്താണ്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട ആ മെഷേഴ്സുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഡിസ്കസ് ചെയ്യാം. അവരുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ക്വാളിറ്റി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള മെഷേഴ്സുകൾ നടപ്പിലാക്കുക. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആ 6 പോയിന്റ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ആണ് ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. എന്താണ് പേഷ്യന്റ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാല്? റിട്ടൻഷൻ എന്താണ്, എന്താ മീനിങ് റിട്ടൻഷൻ? എന്താ റിട്ടൻഷൻ? റിട്ടൻഷൻ മീൻസ് നിലനിർത്തുക. നിലനിർത്തുക. ഓക്കെ. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. പേഷ്യൻസിനെ നമുക്ക് ഹോസ്പിറ്റലുകളിൽ എങ്ങനെ നിലനിർത്താൻ പറ്റും? ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം, അറിയാൻ പറ്റുമോ? പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നമുക്ക് എങ്ങനെ നിലനിർത്താനായിട്ട് സാധിക്കും? ക്വാളിറ്റി കെയർ കൊടുത്തുകൊണ്ട്. ഓക്കെ. പിന്നെ സർവീസ്. ഓക്കെ. കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കിക്കൊണ്ടല്ലേ? കോസ്റ്റ്. വെരി ഗുഡ്. ഓക്കെ. ഗുഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ കൺസെപ്റ്റിന്റെ ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ചെറിയ ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. It's more cost effective to withhold old patients than to get new patients. Returning patient will result in greater
ROI ഇമ്പോർട്ടൻസ് ആണ്. ROI എക്സ്പാൻഡ് ഫോം ചോദിച്ചു കഴിഞ്ഞാല് മറക്കരുതേ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ROI അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ആൻഡ് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി hospital best advocates. Okay, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. Happy patients can be hospital best advocates. They will keep coming back to opt or services and even suggest the hospital to their friends and family. Apart from providing quality care, employees some of the best patient procurement strategies to make the patient feel worth. അപ്പൊ ഈ പാരഗ്രാഫിൽ പറയുന്നത് പേഷ്യൻസിനെ എങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിലനിർത്താനായിട്ട് പറ്റും. ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കണം. ഓക്കെ, നമുക്ക് എന്താണ് പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിലനിർത്താനായിട്ട് അവിടെ കൊടുക്കുന്ന സർവീസ് അല്ലെ. ഇപ്പോ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ വളരെ ഡോക്ടറെ കാണാനായിട്ടായാലും മരുന്നുകൾ വാങ്ങിക്കാനായിട്ടായാലും സ്കാനിങ്ങിനായാലും എന്താണ് നല്ല രീതിയിലുള്ള ഫീ വരും അല്ലെ, കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, പേയ്മെന്റ് നടത്തേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോ സാധാരണക്കാരന് കൊടുക്കാൻ പറ്റുന്ന താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഹോസ്പിറ്റലുകളിൽ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള സർവീസ് ആയിരിക്കണം ഓരോ രോഗികൾക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ധാരാളം രോഗികൾ വരാനായിട്ട് ഇടവരും അല്ലെ. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലില് പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് പറഞ്ഞു, ഇങ്ങനെ നിലനിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ എന്താണ് ഓൾഡ് പേഷ്യൻസ്, പഴയ പേഷ്യൻസ് ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ളത്. ഇനി ഇവര് പോയി എന്ത് ചെയ്യും, പല ആൾക്കാരോടും പറയും അല്ലെ, കസിൻസിനോട് പറയും, അതുപോലെ തന്നെ റിലേറ്റീവ്സിനോട് പറയാം, നൈബേഴ്സിനോട് പറയും അല്ലെ. നമ്മുടെ വീട്ടിൽ വരുന്ന ഓരോ ആൾക്കാരോടും പറയും അല്ലെ, ഇന്ന ഹോസ്പിറ്റൽ നല്ലതാണ്, വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് അല്ലെ, കാശ് കുറവുള്ളൂ, അപ്പൊ അതുപോലെ തന്നെ നല്ല സർവീസ് ആണ്, നല്ല ടെക്നോളജിക്കൽ സർവീസ് ആണ് തരുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോ എന്താണ് മറ്റുള്ളവരും നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരും. അപ്പൊ എന്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം, എന്താണ് വരുമാനം ഇൻക്രീസ് ആവാനായിട്ട് ഇടവരും അല്ലെ. ഹോസ്പിറ്റലിൽ ധാരാളം രോഗികൾ വരുമ്പോ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ അതിൽ നമ്മുടെ ഈ ഹോസ്പിറ്റലുകളില് പേഷ്യൻസിനെ നിലനിർത്താനായിട്ടുള്ള ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കി കൊടുക്കുക. ഓരോ കാര്യങ്ങൾക്കും സർവീസിന് അവിടെ കൊടുക്കുന്ന രോഗികൾക്ക് കൊടുക്കുന്ന സർവീസിൽ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് പറ്റും. അതുവഴി പഴയ പേഷ്യൻസ്, ഓൾഡ് പേഷ്യൻസ് പുതിയ പേഷ്യൻസിനെ കൊണ്ടുവരികയും പ്രോഫിറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രോഫിറ്റ് കൂടും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ? അതുപോലെ തന്നെ ഈ എന്താണ് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. എന്താണ് സന്തുഷ്ടരായിട്ടുള്ള രോഗികള് ഹോസ്പിറ്റലിലെ മികച്ച അഭിഭാഷകരാകാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് മറ്റുള്ള രോഗികളെയാണല്ലേ കൊണ്ടുവരുന്നത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്യാം. ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്. ചോദിച്ചു കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഇനി നെക്സ്റ്റ് നോക്കാം. What can hospital do to upgrade the patient retention? Patient retention, പേഷ്യൻസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടത്? ഓക്കെ, എന്തൊക്കെയാണ്? Generate a comfortable and inviting atmosphere in the hospital. നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗുകൾ അല്ലെ, ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. Intimate the patients in advise about the treatment procedure. എന്ന് പറഞ്ഞാൽ എന്താണ്, ചികിത്സാ നടപടിക്രമങ്ങളെ കുറിച്ച് രോഗികൾക്ക് അഡ്വൈസ് കൊടുക്കണം അല്ലെ. കുറച്ച് ദിവസം കിടക്കേണ്ടി വരും, അഡ്മിറ്റ് ആക്കേണ്ടതുണ്ട്, ഇന്ന മരുന്നുകൾ കഴിക്കണം, അപ്പൊ നമ്മുടെ അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്റ്റെബിലിറ്റിയിലോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അപ്പോ എത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ അഡ്മിറ്റ് ആയി കിടക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ എന്താണ് ആ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ ആ രോഗികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
നടപടിക്രമങ്ങളെ കുറിച്ച് അല്ലെ, ചികിത്സാ നടപടിക്രമങ്ങളെ കുറിച്ച് രോഗികൾക്ക് അഡ്വൈസ് കൊടുക്കാം. പിന്നെ എന്താണ് എക്സൽ പേഷ്യൻസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രൊവൈഡ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. എന്താണ് പേഷ്യൻസിന്റെ എക്സ്പെക്ടേഷൻ അല്ലെ, അവരുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് വേണം നമ്മള് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാൻ. ഈ പേഷ്യൻസ് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവരെ അവിടെ നിലനിർത്താനായിട്ട് പറ്റും. കണ്ടക്ട് ഫോളോ അപ്പ് സർവേ ആഫ്റ്റർ ദി വിസിറ്റ്. അപ്പൊ എന്ത് ചെയ്യണം, സർവേ കണ്ടക്ട് ചെയ്യാം അല്ലെ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഫീഡ്ബാക്ക് കിട്ടുകയും അങ്ങനെ പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാനായിട്ട് ഇടവരികയും ചെയ്യുന്നു. ഇൻസ്ട്രക്ട് ആൻഡ് ഇൻഫോം ദ പേഷ്യൻസ്. എന്താണ് അവരെ രോഗിയെ അറിയുകയും അതുപോലെ തന്നെ അവർക്ക് ഉപദേശങ്ങൾ അല്ലെ, അഡ്വൈസുകൾ ഉപദേശങ്ങൾ കൊടുക്കുക. അപ്പൊ എന്താണ് അറിഞ്ഞുകൊണ്ട് ഓരോ പേഷ്യൻസിനെയും അറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള അഡ്വൈസ് കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് പിന്നെയും വരാനായിട്ട് ഇടവരും. ഓക്കെ, ഇത്രയെല്ലാം കാര്യങ്ങളാണ് പേഷ്യൻസിനെ നിലനിർത്താനായിട്ട് ചെയ്യേണ്ട ഹോസ്പിറ്റൽ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു 5 കാര്യങ്ങളാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യാം, രോഗികൾക്ക് ആ ട്രീറ്റ്മെന്റ് ചികിത്സാ നടപടികൾ ക്രമങ്ങളെ കുറിച്ചിട്ടുള്ള എല്ലാ അഡ്വൈസുകളും പറഞ്ഞു കൊടുക്കുക. അതുപോലെ നല്ല രീതിയിലുള്ള രോഗികളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം, സർവേകൾ കണ്ടക്ട് ചെയ്യാം. അതുപോലെ തന്നെ രോഗിയുടെ രോഗിയെ അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നീഡ്സ് മനസ്സിലാക്കി അവരെ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഉപദേശവും എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതിലൂടെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ പേഷ്യന്റിനെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിലനിർത്താനായിട്ട് ഇടവരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം, ഇംപ്ലിമെന്റിംഗ് പേഷ്യന്റ് റിട്ടൻഷൻ സ്ട്രാറ്റജീസ് ടു ദ ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. അത് ജസ്റ്റ് പെയർ പോലെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്ട്രാറ്റജീസ് തന്ത്രങ്ങൾ, പേഷ്യൻസിനെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? റിറ്റെയിൻ എക്സിസ്റ്റിംഗ് പേഷ്യൻസ്. എന്താണ് നിലവിലുള്ള ഈ പേഷ്യൻസിനെ പുനഃസ്ഥാപിക്കുക. ഇനി അവിടെ അതിന്റെ പേരെന്താണ്? വിൻ ബാക്ക് ലോസ്റ്റ് പേഷ്യൻസ്. നഷ്ടപ്പെട്ട രോഗികളെ തിരികെ കൊണ്ടുവരിക. ഇനി എന്താണ് നെക്സ്റ്റ്? കണ്ടക്ട് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവേ അല്ലെ, ആ സർവേ കണ്ടക്ട് ചെയ്യാം. ആസ് ദ പേഷ്യന്റ് വൈ ദേ ലെഫ്റ്റ്. ആ സർവേയിലൂടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം അല്ലെ. അപ്പൊ ഏത് ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഉൾപ്പെടുത്തണം. ആസ് ദ പേഷ്യന്റ് വൈ ദേ ലെഫ്റ്റ്. എന്തുകൊണ്ടാണ് നിങ്ങള് പേഷ്യൻസ് ലെഫ്റ്റ് ആയി പോയത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സർവേയിലൂടെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി ബിൽഡ് എ സോഷ്യൽ കമ്മ്യൂണിറ്റി. എന്താണ് ഒരു സാമ്പത്തിക കൂട്ടായ്മ അല്ലെ, ആ സാമൂഹിക കൂട്ടായ്മ ബിൽഡപ്പ് ചെയ്യാം. സോഷ്യൽ കമ്മ്യൂണിറ്റി കൂട്ടായ്മ ബിൽഡപ്പ് ചെയ്യുക. ഇനി എന്താണ്? ഇൻസെന്റീവ് ദെയർ റിട്ടേൺ. എന്താണ്? പേഷ്യൻസിനെ തിരികെ കൊണ്ടുവരുന്നത് പ്രോത്സാഹിപ്പിക്കണം. അവര് ആ പോയ പേഷ്യൻസിനെ നമ്മൾ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള സർവീസുകൾ അല്ലെങ്കിൽ ടെക്നോളജികൾ ഇന്നോവേഷൻസ് ഒക്കെ നമ്മൾ കൊണ്ടുവരണം ഹോസ്പിറ്റലിൽ. ഇനി എന്താ? റിവാർഡ് പേഷ്യന്റ് ലോയൽറ്റി. പേഷ്യൻസിന്റെ വിശ്വസ്തത അല്ലെ, ലോയൽറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയ്ക്ക് റിവാർഡ് നൽകുക. അതുപോലെ പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. സാമൂഹിക അംഗീകാരം പോലുള്ള റിവാർഡുകള് പേഷ്യൻസിന് നൽകണം. ഇനി എന്താ പറയുന്നത്? ലിസൺ ടു ദ വോയിസ് ഓഫ് പേഷ്യൻസ്. അവരെ ഓരോ രോഗികളെയും നമ്മൾ കേൾക്കാനായിട്ടും അറിയാനായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അവിടെയുള്ള നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും ചിലവരുണ്ടാവും എന്താണ് രോഗികളെ കേൾക്കാനായിട്ട് തയ്യാറാവാത്ത സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ എന്താണ്? മിസ്ബിഹേവിയർ അല്ലെ. അവര് ചെയ്യുന്ന അവര് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ടോ അവര് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടോ പേഷ്യൻസ് ഇടവരില്ല. അവര് വരാതെ എന്താണ് മറ്റു ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ശ്രമിക്കും. അപ്പൊ എന്താണ്? ഓരോ പേഷ്യൻസിനെയും അറിഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ കേൾക്കാനായിട്ട് തയ്യാറാകുന്ന സ്റ്റാഫുകളായിരിക്കണം ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടത്. റിസോൾവ് ഇഷ്യൂസ് ഓഫ് പേഷ്യൻസ്. എന്ത് ചെയ്യാം? അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്സോ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത്തരം കാര്യങ്ങളാണ് പേഷ്യൻസിനെ നിലനിർത്താൻ വേണ്ടതായിട്ടുള്ള സ്ട്രാറ്റജീസിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കി. 5th പോയിന്റ്.
Okay, next are factors that influence the patient satisfaction. Okay, പേഷ്യന്റിന്റെ ആ സംതൃപ്തി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷന്റെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. Patient satisfaction often relates to, first point, the expectations that the patient has of the care team. എന്താണ് രോഗികൾക്ക് കെയർ ടീമിൽ നിന്ന് ലഭിക്കേണ്ട പ്രതീക്ഷകൾ അല്ലെ. കെയർ ടീം എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? നഴ്സുമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, അതർ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവരിൽ നിന്ന് ലഭിക്കുന്ന പ്രതീക്ഷകള് അതാണ് ഒരു പോയിന്റ് ആയിട്ട് വരുന്നത്, ഒരു ഫാക്ടർ. ഇനി എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാൻസ് അല്ലെ, ചികിത്സാ രീതികൾ അല്ലെ. അഡ്മിറ്റ് ആക്കണോ, എന്തെങ്കിലും എന്താണ് വേറെ ട്രീറ്റ്മെന്റുകൾ, എന്തെങ്കിലും സ്കാൻ ചെയ്യണോ, അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് രണ്ടാമത്തെ ഫാക്ടർ ആയിട്ട് പറയുന്നത്. ഇനി എന്താണ്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡേഴ്സ്. എന്താണ്? നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, പേഷ്യൻസും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള ഒരു ആശയവിനിമയം, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആശയവിനിമയം അത്യാവശ്യമാണ്. ഇനി വെയിറ്റ് ടൈംസ് അല്ലെ, കാത്തിരിപ്പ് സമയങ്ങൾ, അതൊക്കെ എന്താണ്? നമ്മള് ഒരു പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണ്. ഇനി എന്താണ്? ദ ഫെസിലിറ്റി, എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ, അവിടെ വരുന്ന പേഷ്യൻസിന് പല സൗകര്യങ്ങളും ഹോസ്പിറ്റലുകാരെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൾച്ചർ അല്ലെ, പെരുമാറ്റ രീതികൾ. ഓക്കെ, ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും മറ്റ് സ്റ്റാഫുകളായാലും അവരോട് പെരുമാറുന്ന രീതികൾ, ഇതൊക്കെയാണ് ഈ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോ 5 കാര്യങ്ങളാണ് വരുന്നത്. The expectations that the patient has of the care team, treatment plan, effective communication between patient and providers, wait times, the facility, environment and culture. Clear ആണോ? Next നോക്കാം, patient satisfaction survey. Patient satisfaction survey casts the self-reported patient evaluation of multiple touch points in the course of their medical care experience. Depending on what aspect of a patient satisfaction is being calculated, examples may include responsiveness of staff, clinician communication, technical skills and hospital environment. പാരഗ്രാഫ് നമുക്ക് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ് റിപ്പോർട്ടഡ് ഇവാലുവേഷൻ ആണ് അല്ലെ. ഓരോ പേഷ്യൻസിന്റെയും സെൽഫ് റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ, അവർ സ്വയം വിലയിരുത്തുന്നതാണ് എന്ത് ഈ സർവേ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ മെഡിക്കൽ കെയർ എക്സ്പീരിയൻസ്, അവരുടെ ആ എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് കിട്ടുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന മെഡിക്കൽ കെയറുമായിട്ട് ബന്ധപ്പെട്ട ആ എക്സ്പീരിയൻസിൽ നിന്നും അവര് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാര്യങ്ങളും വിലയിരുത്തുന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഇപ്പോ ടച്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പിൽ കൊടുത്തിരിക്കുന്ന ഫാക്ടേഴ്സ് ആവാം അല്ലെ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? എൻവയോൺമെന്റ്, ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ കൾച്ചർ, പെരുമാറ്റങ്ങള്, വെയിറ്റ് ടൈം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ അല്ലെ.
ട്രീറ്റ്മെന്റ് പ്ലാൻസ്, അങ്ങനെയുള്ള ആ ടച്ച് പോയിന്റുകളിലൂടെ അവരെ വിലയിരുത്തുന്ന രീതിയാണ് ഒരു ഇതാണ് എന്ത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ what aspect of patient satisfaction by being calculated, examples may include ഇനി എന്തൊക്കെയാണ്? റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫുകളുടെ പ്രതികരണം അല്ലെ, നമ്മളോട് പെരുമാറുന്നത് എങ്ങനെയാണ്? ക്ലിനീഷ്യൻസിന്റെ കമ്മ്യൂണിക്കേഷൻ, ക്ലിനീഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ, പെരുമാറ്റ രീതികള്, അതുപോലെ തന്നെ അവരുടെ ആശയവിനിമയ രീതികള്, അതുപോലെ തന്നെ എന്താണ് ടെക്നിക്കൽ സ്കിൽസ് അല്ലെ, സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് അറിയാൻ പറ്റും ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ. അപ്പൊ എന്താണ് മെച്ചപ്പെടുത്തേണ്ട രീതികൾ എവിടെയാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, അല്ലെങ്കിൽ എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാറ്റിസ്ഫാക്ഷൻ സർവേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Patient satisfaction survey can be generated and issue in-house, but may hospitals depend on third-party providers with experience in developing, administrating, and explaining statistically valid patient satisfaction survey. അപ്പൊ നമുക്ക് ഈ patient satisfaction survey നമ്മൾക്ക് എന്താണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ സർവേ നടത്താൻ വേണ്ടിയിട്ട് മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കാം. തേർഡ് പാർട്ടി പോലുള്ള മറ്റേതെങ്കിലും ഏജൻസി വഴി നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഈ സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതിവിവര കണക്കുകൾ അല്ലെ. ആ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് നമുക്ക് അവയിലുള്ള പേഷ്യൻസിന്, അതുമായിട്ട് ബന്ധപ്പെട്ട അവിടെയുള്ള പേഷ്യൻസിനെ നമുക്ക് നേരിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് സർവേ നടത്താനായിട്ട് പറ്റും. അപ്പൊ 3 രീതിയിലാണ് പറ്റുന്നത്. വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യാം, അതുപോലെ തേർഡ് പാർട്ടി ഹോസ്പിറ്റൽസും ഓരോ തേർഡ് പാർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ തേർഡ് പാർട്ടി ആ ഏജൻസിയെ ഏൽപ്പിച്ച് സർവേ നടത്താൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്താണ് ഡെവലപ്പിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റിംഗ് എക്സ്പ്ലെയിൻ സ്റ്റാറ്റിസ്റ്റിക്കലി, സ്ഥിതിവിവര കണക്കുകൾ ഉപയോഗിച്ചുകൊണ്ടും അത് അനുസരിച്ചുകൊണ്ട് നമുക്ക് അവിടെയുള്ള പേഷ്യൻസുമായിട്ട് സർവേ നടത്താവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. ഇനി ജസ്റ്റ് നോക്കാം. എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഈസ് എ set of questions used to gather feedback from patients to scale their satisfaction with the quality and care of the health care services providers. നമുക്കറിയാം എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞാല്, സർവേ അല്ലെ, സർവേ ചെയ്തിട്ടുള്ളവരാണ് അല്ലെ. നമ്മള് ഇപ്പോ +2 ആയാലും അല്ലെങ്കിൽ എന്താണ് നമ്മള് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഇങ്ങനെയുള്ള സർവേകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സർവേ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ആളുകൾക്ക് കൊടുക്കുമ്പോ അല്ലെ, ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് പേഷ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവര് എന്ത് ചെയ്യുന്നുണ്ട്, അവര് എഴുതി നമുക്ക് തരുമ്പോ അവരുടെ ഫീഡ്ബാക്ക് അറിയാനായിട്ട് പറ്റുകയും അങ്ങനെ എവിടേക്കാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടേക്കാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഈ സർവേയിലൂടെ ഫീഡ്ബാക്ക് വഴി നമുക്ക് അറിയാനായിട്ട് പറ്റും. The patient satisfaction survey questionnaire helped evaluate basic metrics across the patient care that help patient institutions in ascertaining the level of care, extent and pitfall in services. ഇതാണ് രോഗികളുടെ പരിചരണത്തിലൂടെ ലഭിക്കുന്ന ആ ക്വാളിറ്റി കെയർ നമുക്ക് വിലയിരുത്താനായിട്ട് ഈ സർവേയിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ആ പരിചരണം എത്രത്തോളം മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനും ഈ സർവേയിലൂടെ സഹായിക്കുന്നുണ്ട്. പിന്നെ പരിചരണത്തിലെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ അല്ലെ, എന്തെങ്കിലും ഈ പിറ്റ്ഫാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരായ്മ, അതുപോലെ അഭാവം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും അവിടെ കൊടുക്കുന്ന പരിചരണത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സർവേയിലൂടെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ പറയുന്നത്. ഓക്കെ ആണോ? ആദ്യം മുതൽ ഇവിടം വരെയൊക്കെ എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണല്ലോ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത് ബോറടിക്കുന്ന സബ്ജക്റ്റ് ആണ്, ടോപ്പിക് ആണ്. ഇനി നമുക്ക് നോക്കാം 6 underlining metrics
which patient satisfaction have to be measured on R. ഇനി എന്താണ് ഒരു രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടതായിട്ടുള്ള 6 അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ. എന്താണ് മെഡിക്കൽ കെയറിൽ എത്രത്തോളം ഗുണനിലവാരം ഉണ്ട്, അവിടെ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ഗുണനിലവാരമുള്ള കെയറിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട്. ഇനി എന്താണ്? ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. എന്താണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇടപഴകാനായിട്ടുള്ള സ്കിൽസ്. അപ്പോ അവിടെയുള്ള ഓരോ മെഡിക്കൽ പ്രൊഫഷണൽസിനും എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ്, സ്റ്റാഫുകള്, അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ് അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള അവിടെയുള്ള എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽസിനും നല്ല കഴിവുള്ളവരാണോ, മറ്റുള്ളവരായിട്ട് പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകാനായിട്ടുള്ള കഴിവുള്ളവരാണോ. ഇനി ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യൻസ്. എന്താണ്? സുതാര്യമായിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് അല്ലെ. ആരുമായിട്ട്? കെയർ പ്രൊവൈഡേഴ്സും അതുപോലെ പേഷ്യൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പ് അത്യാവശ്യമാണ്. ഇനി ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കെയർ, ചികിത്സയുടെ സാമ്പത്തിക വശങ്ങൾ അല്ലെ. നമ്മള് പല രീതിയിലും കോസ്റ്റുകൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെ, പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വശങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട് ഓഫ് കെയർ. ഇനി ആക്സസ് ടു ഡോക്ടേഴ്സ് ആൻഡ് അതർ മെഡിക്കൽ പ്രൊഫഷണൽസ്. ആക്സസ് ടു ഡോക്ടേഴ്സിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ പ്രൊഫഷണൽസിലേക്കും ഉള്ള പ്രവേശനം. എന്താണ്? ഇപ്പൊ ഒരു പറയുന്നത് ഒരു കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള ചികിത്സാ രീതി നമ്മള് ക്വാളിറ്റിയോടെ ഗുണം കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ചികിത്സയുടെ നല്ല രീതിയിലുള്ള ചികിത്സകളോ അവർക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ടല്ലേ. ഇപ്പൊ എമർജൻസി ആയിട്ടുള്ള ഒരാൾ വരുമ്പോ ആ പ്രൊഫഷണൽസ് അല്ല മെഡിക്കൽ പ്രൊഫഷണൽസ് എത്രയും പെട്ടെന്ന് ആ രോഗിയുടെ അടുത്തേക്ക് എത്തേണ്ട ഒരു ആക്സസ് അല്ലെ, ഒരു എന്താണ് പ്രവേശനം അത്യാവശ്യമാണ് അല്ലെ. എമർജൻസി ആയിട്ട് വരികയാണെങ്കിൽ അവരെ നോക്കാനായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് എപ്പോഴും ആപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എക്സാക്ട് ടൈമിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഡോക്ടേഴ്സും അതർ മെഡിക്കൽ പ്രൊഫഷണൽസിന്റെയും ആ പ്രവേശനം അത്യാവശ്യമാണ്. ഇനി എന്താണ്? അവൈലബിലിറ്റി ഓഫ് കെയർ. എന്താണ്? പരിചരണത്തിലേക്കുള്ള പ്രവേശനം. നല്ല രീതിയിൽ ഇപ്പൊ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ രോഗികളെ ഡോക്ടേഴ്സ് അടുത്തേക്ക് എത്തിക്കുന്നത്, ഓരോ ടെസ്റ്റുകൾ നടത്തിയിട്ട് അത് സീരിയസോ അങ്ങനെ ഒക്കെ ആണെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ്? അക്സസിബിലിറ്റി ഓഫ് കെയർ, പരിചരണത്തിലേക്കുള്ള പ്രവേശനം. ഇതൊക്കെയാണ് 6 മെട്രിക്സ് ആയിട്ട് പറയുന്നത്, അളവുകോലുകൾ. ഓക്കെ, എന്തൊക്കെയാണ്? രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ വേണ്ടതായിട്ടുള്ള 6 അടിസ്ഥാന അളവുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് by medical professional, transparency and communication between the care provider and patients, financial aspect of care, access to doctors and other medical professional, accessibility of care. ഇനി ജസ്റ്റ് ഒന്ന് നോക്കാം, ആ പാരഗ്രാഫ് കൂടി നോക്കിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിച്ചാ? Okay, a patient satisfaction survey can be conducted during an electronic medical record. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ആ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആവാം? ഇലക്ട്രോണിക്കലി മെഡിക്കൽ റെക്കോർഡ്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിച്ചിട്ടോ ആവാം. EHR അല്ലെങ്കിൽ EMR അണ്ടർലൈൻ ചെയ്യാം. എക്സ്പാൻഡ് ഫോം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതണം. It can be completed by the way of a mobile, physical copies of the service website, POS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ POS devices, point of scale, point of scale, computers in waiting rooms and or any other media. അപ്പൊ നമുക്ക് ഈ സാറ്റിസ്ഫാക്ഷൻ സർവേ നമുക്ക് എന്തിലൂടെയൊക്കെ ചെയ്യാം? EMR, EHR, അതുപോലെ തന്നെ മൊബൈൽ വഴി നമ്മൾ ഇപ്പോ സർവേ നടത്താറില്ലേ, ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ട്. അതാണ് POS എന്ന് പറയുന്നത് കേട്ടോ. പോയിന്റ് ഓഫ് സ്കെയില് സർവേ നടത്താം. നേരിട്ട് പോയിട്ട് നമുക്ക് ചെയ്യാം, വെബ്സൈറ്റുകളിലൂടെ ചെയ്യാം, മൊബൈൽ വഴി ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള പല ഡിവൈസസുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ക്ലിയർ ആണോ? ബോറടിച്ചല്ലേ നിങ്ങൾക്ക്? അത് കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. ക്ലിയർ ആണോ അല്ലെ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ ഇത്രയും വരെ? ഓക്കെ, ഓക്കെ മിസ്, ജസ്റ്റ് ഒരു പിരമിഡ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു അല്ലെ? മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിരമിഡ് മിസ് പറഞ്ഞില്ലല്ലോ. ഇല്ല, നിങ്ങൾ എന്ത് പറയാന്? പെട്ടെന്ന് ഇതില് എടുത്തു പോയപ്പോ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരമിഡ്. അപ്പൊ അവിടെ 2 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? ഓക്കെ ഓക്കെ, ഇപ്പൊ 2 രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലാസ്റ്റിൽ നിന്നാണ് നമുക്ക് പിരമിഡ് ആയിട്ട് പോകുന്നത് കേട്ടോ. അടിയിൽ നിന്ന് തുടങ്ങാം. എന്താണ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, അതുപോലെ പേഷ്യന്റ് ജേണി, രണ്ടെണ്ണം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പേഷ്യന്റ് ജേണി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസ് ഹോസ്പിറ്റലിൽ എൻട്രി ചെയ്ത് എൻട്രി ചെയ്ത് എക്സിറ്റ് ആകുന്നത് വരെയുള്ള ആ ജേണി, അവിടെ വന്ന് പിന്നെ ഡോക്ടറെ കണ്ട മെഡിസിൻ വാങ്ങി തിരിച്ചു പോകുന്നത് വരെയുള്ള ആ ജേണി, അതിനെയാണ് പേഷ്യന്റ് ജേണി എന്ന് പറയുന്നത്. അതുപോലെ എക്സ്പീരിയൻസ്, പേഷ്യൻസിന് കിട്ടുന്ന അനുഭവങ്ങൾ അല്ലെ? ഓക്കെ, അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഹിസ് പേഷ്യന്റ്. എന്താണ്? ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ അവരുടെ ആ പേഷ്യൻസുമായിട്ട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യാനായിട്ട് എപ്രകാരം പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതാണ് എന്ത്? ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യന്റ്. അവരുമായിട്ട്, അവിടെ വരുന്ന പേഷ്യൻസുമായിട്ട്, ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ട് എപ്രകാരം പ്രവർത്തിക്കണം എന്നുള്ള തീരുമാനമെടുക്കും. ഓക്കെ, അപ്പോ അതാണ് ആ 2 കാര്യങ്ങൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നോക്കിയേ, പേഷ്യന്റ് എക്സ്പീരിയൻസ് ആൻഡ് പേഷ്യന്റ് സെൻട്രിക് സർവീസസ്. ഒന്നുകൂടി നമ്മുടെ ഹോസ്പിറ്റലുകൾ രോഗി കേന്ദ്രീകൃതമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ? അതുകൊണ്ട് തന്നെ നോക്കിയേ, വാട്ട് വാല്യൂ ദ പ്രാക്ടീസ് ഡെലിവർ ടു ഇറ്റ്സ് പേഷ്യൻസ്. ഇവിടെ പറയുന്നത് എന്താണ്? ഒന്നുകൂടി നല്ല രീതിയിൽ രോഗി കേന്ദ്രീകൃതമായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കാനായിട്ട് ഇപ്പോഴുള്ള ഹോസ്പിറ്റലുകൾക്ക് സാധിക്കുന്നുണ്ട്. അതുവഴി എന്താണ്? പേഷ്യന്റ് എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇനി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് വഴി നമ്മൾ സർവേ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എക്സ്പീരിയൻസ് വഴി അവർക്ക് എന്താണ്? ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയാസ്, ഇനി എന്തെങ്കിലും ക്വാളിറ്റിയുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അവർക്ക് എന്തെങ്കിലും ഡയറക്ഷൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ടോ, പേഷ്യൻസ് നമ്മൾ അഡ്വൈസ് കൊടുക്കുമല്ലോ, അപ്പൊ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ,
അതുപോലെ തന്നെ പേഷ്യൻസിനോട് നീതിയോട് കൂടി പ്രവർത്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്താണ് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. ഫീഡ്ബാക്ക് വഴി ഒന്നുകൂടിയും രോഗി കേന്ദ്രീകൃതമായിട്ട് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് എന്താണ് പേഷ്യൻസിന് ഡെലിവർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിരമിഡിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി ചോദിക്കാം. ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ചിലപ്പോ ഇനി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതേണ്ടതാണ്. ഓരോ ഗ്രാഫും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, എന്താണ് ശരണ്യ പറഞ്ഞത്? യെസ്, ഒരുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ആദ്യം മുതൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തുടങ്ങുന്നത് ഇൻട്രൊഡക്ഷൻ മുതൽ അവസാനിക്കുന്നത് വരെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അപ്പൊ എല്ലാ ഇതും അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അതാണ് പ്രശ്നം. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരുപോലെ ഇരിക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ?